കൊച്ചിയിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജാതിയുടെ പേരിൽ തൊഴിൽ പീഡനമെന്ന പരാതി. റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. ചീഫ് റീജിയണൽ മാനേജർ നിതീഷ് കുമാർ സിൻഹ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് കേസ്. ജാതിയുടെ പേരിൽ പലതവണ അധിക്ഷേപിച്ചെന്നും മറ്റു ജോലികളും ചെയ്യിച്ചുവെന്നുമുള്ള അസിസ്റ്റന്റ് മാനേജറുടെ പരാതിയിലാണ് നടപടി. പരാതി നൽകിയപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പ്രതികാരമായി സസ്പെൻഡ് ചെയ്തെന്നും പരാതിക്കാരന്റെ ഭാര്യ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഓവർസീസ് ബാങ്ക് റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1 ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മേലധികാരി രണ്ടുപേരാണ് ഉള്ളത്. AGM കശ്മീർ സിൻഹയും CRM നിതീഷ് കുമാർ സിൻഹയും. ആൾക്ക് ചായയും മരുന്നും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്റെ ജോലി ഇതല്ല, എനിക്ക് ബാങ്കിൽ ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കശ്മീർ സിംഗ് കൈ കറക്കി വന്ന് പുറത്ത് ഒറ്റ അടി അടിക്കുക ചെയ്ത്. നമ്മൾ ജോലി സംബന്ധമായിട്ട് എന്ത് തന്നാലും നമ്മൾ വർക്ക് ചെയ്യാം. അത് ചോദിച്ചു പറഞ്ഞ് ഞങ്ങളുടെ നാട്ടില് ഈ നിന്റെ ജാതിയിലുള്ളവർ ചെയ്യുന്ന ജോലിയല്ല നീ ചെയ്യുന്നത്, നീ ഇതുപോലത്തെ പണിയാണ് ചെയ്യേണ്ടതെന്നാണ് അതിന് നമ്മളോട് ഉത്തരം പറഞ്ഞത്. ഇതെന്തിനാ ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കശ്മീർ സിംഗ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി. നീ എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്താൽ നീ അനുഭവിക്കും, നിന്റെ ജീവിതം ഞാൻ തുളച്ചു കളയുമെന്നൊക്കെ മറ്റാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് നവംബർ 1 ആൾക്കൊരു സസ്പെൻഷൻ ലെറ്റർ കൈ കിട്ടുക ചെയ്തത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, കൊച്ചിയിലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ശാഖയിൽ ജാതിയുടെ പേരിൽ തൊഴിൽ പീഡനവും ആക്ഷേപവും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി. ഇതിലെടുത്തിരിക്കുന്ന കേസിൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? ബാങ്കിന്റെ ഭാഗത്തു നിന്ന് എന്താണ് പ്രതികരണം? സുജിയ, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കൊച്ചിയിലെ റീജിയണൽ ഓഫീസിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജാതിയുടെ പേരിൽ തൊഴിൽ പീഡനവും മർദ്ദനവും അടക്കം ഉണ്ടായി എന്നാണ് മലയാളിയായ പട്ടികജാതി വിഭാഗക്കാരനായ അസിസ്റ്റന്റ് മാനേജർ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഈ സംഭവം തുടരുകയായിരുന്നു. 11 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അസിസ്റ്റന്റ് മാനേജർക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ചീഫ് റീജിയണൽ മാനേജറായ നിതീഷ് കുമാർ സിൻഹ, അസിസ്റ്റന്റ് ജനറൽ മാനേജറായ കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർ ഇത്തരത്തിൽ റീജിയണൽ ഓഫീസിലേക്ക് വന്നപ്പോൾ ഈ അസിസ്റ്റന്റ് മാനേജറായ മലയാളിയാണ് ഇവരെ പല കാര്യങ്ങളിലും സഹായിക്കുകയും മറ്റും ചെയ്തത്. പിന്നീട് അത് അവരൊരു അവകാശമായി കാണുകയും അധികാരം ഉപയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ അസിസ്റ്റന്റ് മാനേജറെ കൊണ്ട് ചായയും മരുന്നും വാങ്ങിപ്പിച്ചു. ഭാര്യമാരുടെ ബാങ്ക് പാസ്ബുക്ക്, മറ്റൊരു ബാങ്കിലെ പാസ്ബുക്ക് കൊണ്ടുപോയി പതിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഈ ചെടിയും മറ്റും നനപ്പിച്ചു. അതോടൊപ്പം തന്നെ ജാതിയുടെ പേരിൽ പല തവണ അധിക്ഷേപിച്ചു. നീച്ച ആദ്മി, ചമീർ കാ ബച്ച എന്നീ പദങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അധിക്ഷേപം. എതിർത്തപ്പോൾ ഈ കശ്മീർ സിംഗ് എന്ന് പറയുന്ന ആൾ ഈ അസിസ്റ്റന്റ് മാനേജറെ മർദ്ദിക്കുകയും ചെയ്തു. അതും ക്യാബിനിൽ വെച്ച് മറ്റ് ജീവനക്കാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായി തന്നെ ചീത്ത വിളിച്ചുകൊണ്ട്, തെറി വിളിച്ചുകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. ഇത് ഇത്തരത്തിൽ ഈ ജോലികൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അവസ്ഥയുണ്ടായത്. മാത്രവുമല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്നെപ്പോലുള്ള ആളുകൾ ഈ ജോലിയല്ല ചെയ്യാറ് എന്നും ഈ അസിസ്റ്റന്റ് മാനേജറോട് ഇത്തരത്തിൽ ഉത്തരേന്ത്യക്കാരായ ഈ 2 ഓഫീസർമാരും പറയുകയും ചെയ്തു. ഒരു അസിസ്റ്റന്റ് മാനേജറോട് അതാണ് അവിടെ നടന്നത്, അല്ലേ അർജുൻ മട്ടന്നൂർ? നമ്മളതിനെ ചെറുതാക്കി കാണേണ്ട. നമ്മുടെ കേരളത്തിലെ ഒരു റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫറായി വന്നതായിരിക്കുമല്ലോ ആ ഉദ്യോഗസ്ഥർ. അവരിവിടെ വന്നതിന് ശേഷം അവരുടെ നാട്ടിൽ അവർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊരു സ്ഥാപനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് ഇവർക്ക് ആവശ്യപ്പെടാൻ കഴിയുക? ചായ വാങ്ങുന്ന ഒരു മോശം ജോലിയല്ല, പക്ഷേ ചായ വാങ്ങുന്നതിനും അതുപോലെ തന്നെ അക്കൗണ്ട്സ് നോക്കുന്നതിനും ഒക്കെ പ്രത്യേകം ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസിസ്റ്റന്റ് മാനേജർ തന്നെ പോയി വാങ്ങണമെന്ന് എന്താണ് ഇവർക്ക് നിർബന്ധം? അത് തന്നെയാണ് ചോദ്യം, സുജയ. അതായത് അവിടെ സ്ഥിരം ജീവനക്കാരായി 33 പേരുണ്ട്. അതിന് പുതിയ ജീവനക്കാരായി പ്യൂണടക്കമുള്ള ജീവനക്കാരുമുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ അസിസ്റ്റന്റ് മാനേജറായ 11 വർഷത്തിലേറെ അനുഭവ പരിചയമുള്ള അസിസ്റ്റന്റ് മാനേജറോട് ഇത്തരത്തിൽ ജോലി സമയത്ത് അവർക്ക് ചായ വാങ്ങിത്തരാൻ, മരുന്ന് വാങ്ങിത്തരാൻ പറയുന്നു. അവരോട് മരുന്ന് വാങ്ങാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ഇത്തരത്തിൽ പുറത്തേക്ക് അയക്കുന്നു. അതോടൊപ്പം തന്നെ റീജിയണൽ ഓഫീസിലെ ചെടികൾ പൂർണ്ണമായും നനക്കാൻ ആവശ്യപ്പെടുന്നു. മാത്രവുമല്ല, അവിടെ ചില ഇത്തരത്തിൽ ഓഫീസ് വൃത്തിയാക്കാൻ അടക്കം ആവശ്യപ്പെട്ട സാഹചര്യം ഗുരുതരമായ തൊഴിൽ പീഡനം തന്നെയാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതുകൂടി നോക്കൂ അർജുൻ മട്ടന്നൂർ. ഒരു സ്ഥാപനത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റേതായ രീതികൾ അതുണ്ടാകും. അതനുസരിച്ചിട്ട് ആ സ്ഥാപനം അതിന്മേൽ നടപടി എടുക്കുന്നുണ്ടോ എന്നതുകൂടി നോക്കണം.